അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതി തരണം, തന്നാൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അടിമയായിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ, അത് നികേഷ് എടുത്ത് TV ചാനലിൽ കൊടുത്തെങ്കിൽ, ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു ഭരണത്തിന് അടിമയായി എന്ന് പറയുന്നത് എനിക്ക് പെരുമയാണ്, എനിക്ക് അഭിമാനമാണ്. പ്രജാ ദൈവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ജനതയാണ് ഞാൻ പറയുന്നത്. എന്നെ നിങ്ങൾക്ക് എന്നെ തകർക്കാൻ ഇങ്ങനെയുള്ള ചില സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി നിങ്ങളുടെ ജേർണലിസം അല്ല, നിങ്ങളുടെ മലീമസമായ ജേർണലിസ്റ്റിക് ചിന്താഗതിയാണ്. ആ ചിന്താഗതിയൊന്നും വിഴുങ്ങാൻ ജനങ്ങൾ ബാധ്യസ്ഥരല്ല, അവർക്ക് യാതൊരു ബാധ്യതയുമില്ല. വിഴിഞ്ഞം സമരത്തെ സംബന്ധിച്ച് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങിന് പോലും പ്രധാനമന്ത്രി വന്നതുകൊണ്ട്, അത് പ്രോട്ടോകോളിന്റെ ഓർഡർ ആയതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്, ഇല്ലെങ്കിൽ വിളിക്കുകയില്ല. പക്ഷെ വിഴിഞ്ഞം സാധ്യമായത് എങ്ങനെ എന്ന് ഒരു കാലത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു പുസ്തകം എഴുതുമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് എന്റേതായിരിക്കും. 2014 മാർച്ച് 5 ഞാൻ എൻ്റെ നേതാവിനെ കണ്ടെത്തി ഗുജറാത്തിൽ പോയി. അദ്ദേഹം 1.5 വർഷക്കാലം പോലീസിനെ അയച്ചിട്ട് പോലും പോയില്ല. അവസാനം ഞാൻ വഴങ്ങുന്ന ചില വ്യക്തികളുണ്ട് കേരളത്തിൽ, അവരെ അയച്ച് അപേക്ഷിച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിൽ ആദ്യത്തേത്, അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതി തരണം, തന്നാൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അടിമയായിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ, അത് നികേഷ് എടുത്ത് TV ചാനലിൽ കൊടുത്തെങ്കിൽ, ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു ഭരണത്തിന് അടിമയായി എന്ന് പറയുന്നത് എനിക്ക് പെരുമയാണ്, എനിക്ക് അഭിമാനമാണ്.